15ാമത്തെ വാർഷിക ആഘോഷവും സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഏകദേശം കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. മറ്റുള്ള സ്റ്റേറ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിലാണ് ഉള്ളത്. അത്തരത്തിലുള്ള കുറച്ചു പേരെയെങ്കിലും ഈ വേദിയിൽ ആദരിക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊരു ആഗ്രഹമാണ്, ചെറിയ ആഗ്രഹമാണ്. അതായത് വലിയ ഇതൊന്നും അല്ലെങ്കിലും ഈ സഹായങ്ങൾ ഒരിക്കലെങ്കിലും കൈപ്പറ്റിയിട്ടുള്ള രോഗികൾ മാത്രമാണ്, അവരുടെ ബന്ധുക്കളും പിന്നെ ശാന്തിയുടെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ. നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇത് അവർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫംഗ്ഷൻ ഇവിടെ നടത്തുന്നത്. ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ 15ാം വാർഷികാഘോഷത്തിൽ അധ്യക്ഷനായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ടി ശിവദാസ് അവர்களെ ശാന്തിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മിനിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ സമയം കളയരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പരിപാടി ഇവിടെ തുടങ്ങിയത്. ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ ഈ 15ാം വാർഷിക ആഘോഷം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MK മുനീർ അവர்களെ ശാന്തിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മണപ്പുറം ഫൗണ്ടേഷൻ മറ്റ് ശാന്തിയുടെ പ്രവർത്തനത്തിലെല്ലാം താല്പര്യമുള്ള ബഹുമാനപ്പെട്ട നാടക സിനിമ ശ്രീ ശിവജി ഗുരുവായൂർ അവர்களെ ശാന്തിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ കേരളത്തിൻ്റെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ, വേദിയിലെ മറ്റ് ബഹുമാന്യരെ, അതുപോലെ തന്നെ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻ്ററിൻ്റെ എല്ലാമായിട്ടുള്ള ഉമാപ്രേമൻ, മറ്റ് സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 15 വർഷമായി നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ശാന്തി മെഡിക്കൽ സെൻ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ, ഇത് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഉമേജിയുമായി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് രോഗികളെ ആ സെൻ്ററിൽ എത്തിക്കുവാനും ഒരുപാട് ആളുകളെ സഹായിക്കാനും അതിൻ്റെ ആരംഭ കാലഘട്ടത്തിലൊക്കെ തന്നെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല കേന്ദ്രങ്ങളിലും ഇതിൻ്റെ പ്രത്യേക സമിതികൾ രൂപീകരിക്കുകയും ആയിരക്കണക്കിന് വരുന്ന നമ്മുടെ പാവപ്പെട്ട നിർധനരായ പല അസുഖങ്ങളും വന്ന് സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു കേന്ദ്രമായി ഇത് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും അതുപോലെ തന്നെ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഏറ്റവും മഹത്തരമായ, ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനത്തിനാണ് ഇവിടെ കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട് വലിയ ചെലവാണെന്ന് ആരോഗ്യരംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിൽ അസുഖം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അസുഖങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ ഇന്നലെ വരെ കേൾക്കാത്ത രീതിയിലുള്ള പുതിയ പുതിയ അസുഖങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ ചെയർമാൻ ശിവദാസ്, ശാന്തിയുടെ എല്ലാമായ ശ്രീമതി ഉമാപ്രേമൻ, ശ്രീ വാസുദേവൻ, ബാബു പാലിശ്ശേരി, അബ്ദുൽ റഹീം ആർവി, CH റഷീദ് സാഹിബ്, ശിവജി ഗുരുവായൂർ,
വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തികളെ, സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, വളരെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ശാന്തി. അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയി പ്രവർത്തിക്കുന്നത് ഉമാപ്രേമനാണ്. ഉമാപ്രേമൻ തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ തന്നെ എങ്ങനെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ, പ്രത്യേകിച്ച് ശരീരത്തിലെ സുപ്രധാനമായ അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ട് മറ്റൊരു ജീവൻ പരിരക്ഷിക്കുക എന്നുള്ള ഏറ്റവും മഹത്വരമായ കാര്യം ജീവിതത്തിലൂടെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് ഉമാപ്രേമൻ. ഉമാപ്രേമനെ ഞാൻ പരിചയപ്പെടുന്നത് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ 2001-2002 കാലഘട്ടത്തിലാണ്. അവർക്ക് വലിയ പ്രതീക്ഷയായി ഈ ഒരു പ്രവർത്തനം, സ്വകാര്യ മേഖലയിൽ സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം സർക്കാർ ആശുപത്രികളിലും സഹകരിച്ചുകൊണ്ട് നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോട് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സേവനം പൂർണ്ണമായും ഈ സമൂഹത്തിന് തരാൻ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ ശമ്പളം എത്രയായിട്ട് ഇരട്ടിപ്പിക്കണം? അവർക്കുണ്ടായിരുന്ന ശമ്പളം 3, 4, 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന വിധത്തിൽ അവർ സംവിധാനം ഉണ്ടാക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ 24 മണിക്കൂറും നിങ്ങളുടെ മുഴുവൻ കഴിവും ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി, മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി, മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗങ്ങൾ അതെങ്ങനെ ചികിത്സിച്ച് മാറ്റാമെന്ന റിസർച്ചിന് വേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിക്കണം. അതിതാ പിടിച്ചോളൂ നിങ്ങൾ ആവശ്യപ്പെട്ട ശമ്പളം. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ വൻ ശമ്പളം കൊടുത്തത്. പക്ഷേ ഇന്ന് എന്തിനു വേണ്ടി ആ സമരത്തിന് എല്ലാവരും ഒരുങ്ങുന്നത്? ഞങ്ങൾക്ക് ഈ ശമ്പളവും വേണം, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണുന്ന രോഗികളെ മാത്രം ചികിത്സിക്കാവുന്ന വിധത്തിലുള്ള ചില സംവിധാനങ്ങൾ വേണം, ചില പ്രൈവറ്റ് രോഗികളെ നോക്കാനുള്ള അനുവാദം വേണം. ഇത് അങ്ങേയറ്റം ക്രൂരമാണ്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെടുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റും പരാജയപ്പെടുകയാണ്, ഈ ഗവൺമെന്റും പരാജയപ്പെടുകയാണ്. ഇത്തരം മുഷ്കുള്ളവരുടെ മുമ്പിൽ വെച്ച് അവിടെയൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ, നന്ദകുമാറിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ സുന്ദർ മേനോനെ പോലെയുള്ള, ഗൾഫാറിനെ പോലെയുള്ള ആളുകൾ, ഇവിടെ കൊച്ചംസ ചിത്രപ്പള്ളിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഇവിടെ വായിച്ച കുറേ ആളുകൾ, കുറേ സംഘടനയുടെ പ്രതിനിധികൾ, അവരൊക്കെ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ മഹത്തരമാണ് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ അവരുടെ എല്ലാം മുമ്പിൽ തലകുനിക്കുന്നു. അവർക്ക് എല്ലാ നന്മകളും ക്ഷേമവും ഭാവിയിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുവഴി ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും രോഗികൾക്കുമൊക്കെ ചില സ്വാതന്ത്ര്യങ്ങളെല്ലാം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം സംഘടിപ്പിച്ച ഈ ശാന്തി ക്ലിനിക്കിനെയും, വളരെ സ്തുത്യർഹമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാന്തി ക്ലിനിക്കിനെയും നേതൃത്വം കൊടുക്കുന്ന ഉമയെയും എനിക്ക് വളരെ അടുത്തറിയാം. ഒരുപാട് കാര്യങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. പല നൂതനമായ ആശയങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ കൂടെ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന കാര്യം ഉറപ്പ് നൽകിക്കൊണ്ട് ഈ അവസരം ഉണ്ടായതിന് ഒരിക്കൽ കൂടി ഉമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്യും. സഹോദരന്മാരെ, സഹോദരികളെ, വളരെ പ്രശംസനീയമായ ഒരു ചടങ്ങിലാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജനസേവനം ദൈവാരാധനയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാനവസേവ മാധവസേവയാണ് എന്നാണ് നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. വലിയ വലിയ ആശുപത്രികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ സാധാരണക്കാരന് ചികിത്സ അതിവിദൂരമാണ്. അതുകൊണ്ട് തന്നെ കൈനീട്ടാതെ ചികിത്സ തുടരാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഇന്ന് സാധാരണക്കാരനുള്ളത്.
സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന വലിയ ബോർഡ് കാണുമ്പോൾ ഞെട്ടിത്തിരിഞ്ഞ് പോവുകയല്ലാതെ അകത്ത് കടക്കാൻ ഭയമാണ്. ബ്ലൈഡ് എന്ന പ്രയോഗം പലപ്പോഴും ആശുപത്രികൾക്കും ഇപ്പോൾ യോജിക്കുന്നുണ്ട്. സേവന മനസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാധ്യമം ഹെൽത്ത് വെയർ തുടങ്ങുന്നതിന് കാരണമാക്കിയതും അത് തന്നെയാണ്. മാധ്യമം ഒരു പത്രസ്ഥാപനമാണെങ്കിൽ പോലും അതിന് മുതലാളിമാരില്ല, അതൊരു ട്രസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമാണ്. മാരകമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമം ഹെൽത്ത് കെയർ സ്ഥാപിച്ചത്. ബഹുമാനപ്പെട്ട ഗുരുവായൂർ നഗരസഭ ചെയർമാൻ ശ്രീ ടി ശിവദാസിന്റെ അധ്യക്ഷതയിൽ ധന്യമായ ഈ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ പ്രവർത്തകരെ, ശാന്തിയുടെ സഹയാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആദ്യമായി തന്നെ ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്.